ഇന്നത്തെ നമ്മുടെ റെസിപ്പി നേന്ത്രപ്പഴം വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ 5 മിനിറ്റിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു കിടിലൻ ഡെസേർട്ടിൻ്റെ റെസിപ്പിയാണ്. അടിപൊളി ടേസ്റ്റാണിത്. കുട്ടികൾക്കൊക്കെ ഉറപ്പായിട്ടും ഇഷ്ടമാകും. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അതിന് മുന്നായിട്ട് ഈ ചാനൽ ആദ്യം നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യിൻ്റെ അളവ് വേണമെങ്കിൽ കൂട്ടിയിട്ടും എടുക്കാവുന്നേ ഉള്ളൂ. ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കുക. കൂടെ തന്നെ അതിലേക്ക് മീഡിയം വലുപ്പത്തിലുള്ള 2 നേന്ത്രപ്പഴം ഇതുപോലെ ചെറുതായിട്ട് കട്ടാക്കി എടുത്തിട്ടുണ്ട്. വലുതാണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതിയാകും. ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് വേണം കട്ടാക്കി എടുക്കാനായിട്ട്. എന്നിട്ട് നെയ്യിലിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിന് കളറൊന്ന് ചേഞ്ചായിട്ട് നല്ല പോലെ ഒന്ന് വെന്ത് വന്നാൽ മാത്രം മതിയാകും. പഴത ഇവിടെ നല്ല രീതിയിൽ വാട്ടിയെടുത്തിട്ടുണ്ട്. ഇത്രയും മതിയാകും. ഒത്തിരി അങ്ങ് ഉടഞ്ഞിട്ട് പോകരുത്. ഈ രീതിയിൽ വേണം കിട്ടാനായിട്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരളവിൽ മധുരം മാത്രം മതിയാകും, കൂടുതലായിട്ട് വേണ്ട. ഇനി എല്ലാം കൂടെ നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഒരു പഞ്ചസാര ഒന്ന് മെൽറ്റായിട്ട് വരട്ടെ. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. പഞ്ചസാരയൊക്കെ നല്ല പോലെ തന്നെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇതങ്ങ് മാറ്റി വെക്കാം. ഇതവിടെ ഇരിക്കട്ടെ. ഇനി അടുപ്പിലേക്ക് മറ്റൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. 250 ml കപ്പിലാണ് എടുത്തിട്ടുള്ളത്. 500 ml ഒരു പാക്കറ്റ് പാല് മൊത്തത്തിൽ ഇവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ പാലെടുക്കുമ്പോൾ ഫുൾ ഫാറ്റ് മിൽക്ക് എടുക്കുക. അപ്പോഴാണ് ഇങ്ങനത്തെ ഡെസേർട്ട് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകുക. ഇനി ഈ പാലൊന്ന് ചൂടായിട്ട് വരട്ടെ. ഈ ഒരു സമയം കൊണ്ട് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ളൊരു മിക്സ് ഉണ്ടാക്കിയെടുക്കുക. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 2.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. വീഡിയോ കട്ടായി പോയതാണ്. കൂടെ തന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഓപ്ഷനിലാണ്, കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം, നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകും. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് മിക്സ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇല്ലെങ്കിൽ വെള്ളം ചേർത്ത് കൊടുത്താലും മതിയാകും. നല്ല പോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. ഇതുപോലെ ഒട്ടും കട്ടയൊന്നുമില്ല, നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു മിക്സ് നേരത്തെ ചൂടാക്കാൻ വെച്ചിട്ടുള്ള ആ ഒരു പാലിലേക്ക് മൊത്തത്തിൽ അങ്ങ് ചേർത്ത് കൊടുക്കാം. ഒത്തിരി തിളച്ച് പോകരുത്. പിന്നെ ഈ ഒരു മിക്സ് ചേർത്ത് കൊടുക്കുമ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചേർക്കാനായിട്ടില്ല, എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കട്ട പിടിക്കും. എന്നിട്ട് നല്ല പോലെ എല്ലാം കൂടെ അങ്ങ് മിക്സ് ചെയ്തിട്ട് എടുക്കാം. കോൺഫ്ലവർ ആയതുകൊണ്ട് തന്നെ കൈവെക്കാതെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം, കാരണം പെട്ടെന്ന് അടിക്ക് പിടിക്കും. ഇതിവിടെ കട്ടിയായി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് കറക്റ്റായിട്ടുള്ള മധുരമാണ് ഉള്ളത്. ഇത്രയും മധുരം വേണ്ടെന്നുണ്ടെങ്കിൽ 4 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താലും മതിയാകും. ഇനി പഞ്ചസാര ഒന്ന് മെൽറ്റായിട്ട് വരട്ടെ. പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായിട്ട് ഒന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇത്രയും മതിയാകും. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഏലക്കപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ നെയ്യോ അല്ലെങ്കിൽ ചെറിയൊരു പീസ് ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കാം. നല്ലൊരു ഫ്ലേവർ ഉണ്ടാകും. ഇനി നേരത്തെ വഴറ്റി വെച്ചുള്ള ആ ഒരു മിക്സിന് ഒരു 1/4 ഭാഗത്തോളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മൊത്തത്തിൽ ചേർക്കണ്ട, കുറച്ച് ഞാനിവിടെ ഗാർണിഷിന് വേണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 1/4 ഭാഗത്തോളം മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് തിളച്ചിട്ട് വരട്ടെ. എല്ലാം കൂടെ ഒന്ന് തിളവന്ന് കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്ത് കൊടുക്കുക. എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക. ഒത്തിരി കട്ടിയാക്കി എടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ തണുത്ത് വരുമ്പോൾ ഒന്നും കൂടെ കട്ടിയായിട്ട് വരികയും ചെയ്യും. ഈ ഒരു രീതിയിൽ. പിന്നെ നിങ്ങൾക്ക് പുഡിംഗ് ആയിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ കോൺഫ്ലവറിൻ്റെ അളവ് കൂട്ടിയിട്ടെടുത്താൽ മതിയാകും. ഇതുപോലെ ഈ രീതിയിൽ കഴിക്കാനാണെങ്കിൽ ഇങ്ങനെ എടുക്കണതാണ് ഏറ്റവും നല്ലത്. നേരത്തെ മാറ്റി വെച്ചുള്ള ആ ഒരു പഴത്തിൻ്റെ മിക്സിന്ന് ഇതുപോലെ മുകളിലെ ഭാഗത്തേക്കായിട്ട് ഡെക്കറേഷന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുക. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. കുട്ടികൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടമാകും. പെട്ടെന്നൊരു മധുരം കഴിക്കണം തോന്നുകയാണെങ്കിൽ ഈ ഒരു രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കൂ. അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കുകയാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്